എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു യോഹന്നാൻ 5:19-30 വാക്യങ്ങൾ യേശുവിൻ്റെ ജീവിത രഹസ്യമാണ്. അവനൊരു ശിശുവിനെ പോലായിരുന്നു. ഒരു കുഞ്ഞു പറയുന്നത് 19 വാക്യത്തിൽ യേശു പറഞ്ഞതാണ്, എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല. തൊട്ടിലിൽ കിടക്കുന്ന ശിശു പറയുന്നത് അങ്ങനല്ലേ? 30 വാക്യത്തിൽ പിന്നെയും പറയുന്നു, സ്വയമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അനേക ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കുന്നില്ല. നമുക്കെത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന നിലയാണ് ഇതെന്ന്. കാരണം നാം തുടങ്ങുന്നത് എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാണ്. എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിൽ ആശ്രയിക്കേണ്ട, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഞാൻ ഒത്തിരി സന്ദേശം കേട്ടിട്ടുണ്ട്, എനിക്ക് വചനം അറിയാൻ എനിക്ക് കഴിയും. ശരിയാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴികളെപ്പറ്റി അറിയാമായിരിക്കും. എന്നാൽ ഒരു ശിശുവിനെ പോലെ നിരന്തരമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത് യേശു തൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് ഈ നിരന്തരമായിട്ടുള്ള ദൈവാശ്രയത്തിലേക്ക് ദൈവം നമ്മളെ നടത്താൻ നാം പ്രാർത്ഥിക്കണം. അത് ബോധപൂർവമായിട്ട് നാം ദൈവത്തോട് ചോദിക്കുന്നതല്ല, എന്താണ് അടുത്ത അല്ല. അങ്ങനെ ബോധപൂർവം നാം ചോദിക്കുന്ന കാര്യമല്ല. അത് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തോടുള്ള ജീവിതമാണ്. അത് ആഴത്തിലുള്ള തിരിച്ചറിവാണ്. ഞാൻ സ്വയമായിട്ട് എന്ത് ചെയ്താലും ആത്യന്തികമായിട്ട് അത് ഒരു വിലയുമില്ലാത്തതാണ്. ഞാൻ വിശ്വസിക്കുന്നു നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ദൈവത്തിലുള്ള നിരന്തര ആശ്രയമാണ്. അവിടെ ഞാൻ വലിയ മോഹങ്ങൾ സൂക്ഷിക്കുന്നില്ല. ഞാൻ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങൾ ഇല്ല. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം നല്ലതായി ചെയ്യുക. എന്നാൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനി അവൻ ജീവിക്കുന്ന നിരന്തര ദൈവാശ്രയത്തിലാണ്. നമുക്ക് തോന്നാം ഇത് അസാധ്യമാണ്, എങ്ങനെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ 1 കൊരിന്ത്യർ 14 അധ്യായം കാണിച്ചു തന്നത്. ബുദ്ധിയിൽ മുതിർന്നവരായിരിപ്പീൻ, എന്നാൽ തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ. അതുകൊണ്ട് പല കാര്യങ്ങളിലും നാം പക്വതയുള്ള പുരുഷന്മാരെ പോലെ ആയിരിക്കണം. എന്നിട്ടും നാം നിസ്സഹായരായ ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ അടുക്ക വരണം. എനിക്കത് വിവരിച്ച് പറയാൻ അറിയില്ല. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കുമ്പം ഒരു കുഞ്ഞ് അവൻ നിസ്സഹായനായിരിക്കുന്നതുകൊണ്ട് അത് തൻ്റെ അമ്മയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മ എൻ്റെ കാര്യം നോക്കും, പിതാവ് എൻ്റെ കാര്യം നോക്കും. എൻ്റെ മോഹമാണ് ഇങ്ങനെ ഒരു ജീവിതം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള പദ്ധതികൾ, പണം കൈകാര്യം ചെയ്യുന്നത്, എന്തു വാങ്ങണമെന്ന് തീരുമാനിക്കുമ്പം അല്ലെങ്കിൽ വാങ്ങണ്ടെന്ന്, എങ്ങനെ എൻ്റെ സമയം ചെലവഴിക്കണം, എങ്ങനെ എൻ്റെ പണം ചെലവഴിക്കണം, നമ്മൾ എടുക്കുന്ന 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണത്. എൻ്റെ സമയം എങ്ങനെ ചെലവഴിക്കണം, എൻ്റെ പണം എങ്ങനെ ചെലവഴിക്കണം. എല്ലാ ദിവസവും ഇന്ന് എൻ്റെ സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. ഇന്നെൻ്റെ പണം എങ്ങനെ ചെലവഴിക്കണം. ഇവിടെ ഒരു ശിശു അപ്പനിൽ ആശ്രയിക്കുന്ന പോലെ ഞാൻ ആശ്രയിക്കണം. ഇതൊരു മനോഹരമായ ജീവിതമാണ്. ഒരു ദിവസം കൊണ്ട് നാം അവിടെ എത്തുന്നില്ല. എന്നാൽ നിങ്ങൾ അതിന്മേൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഒരു സമയം കഴിയുമ്പം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. എന്നാൽ ആരംഭത്തിൽ നാം വളരെയധികം ദൈവത്തെ കാര്യത്തിൽ അന്വേഷിക്കണം. കർത്താവ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയില്ല. ഈ മനോഭാവമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷം പകരുന്നത്. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ നിസ്സഹായതയോടെ ആശ്രയിക്കുന്നതാണ്. അതൊരു ബുദ്ധിപരമായ കാര്യമല്ല. അനേക വിശ്വാസികൾക്കും അത് ബുദ്ധിപരമായ ഒരു കാര്യമാണ്. യേശു എൻ്റെ പാപത്തിനായിട്ട് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. അനേകരിങ്ങനെ പറയാറുണ്ട്, എന്നാൽ അവർ ആഴമില്ലാത്ത തോൽവി അടഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. നമുക്ക് പുതിയ നിയമത്തെക്കുറിച്ചും പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തെ പറ്റിയൊക്കെ പറയാൻ കഴിയും. എന്നാൽ ഞാൻ കാണുന്നു CFCയിലുള്ള വിശ്വാസികളിൽ പലരുടെയും ജീവിതം മറ്റ് സഭകളിലുള്ള വിശ്വാസികളുടെ ജീവിതവുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. പിന്നെന്തിലാണ് നാം പോഴുന്നത്? ഒരു കുഞ്ഞ് നിസ്സഹായതയോടെ തൻ്റെ അമ്മയെ ആശ്രയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കൊമ്പ് നിസ്സഹായതയോടെ വൃക്ഷത്തിൽ ആശ്രയിക്കുന്നത് പോലെ ആശ്രയിക്കാനായിട്ട് നാം പഠിച്ചില്ല എങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടില്ല. കർത്താവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, എന്നാൽ നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു. അനേകരും ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനുള്ള കാരണം കഴിഞ്ഞ 60 വർഷമായിട്ട് അനേക രാജ്യങ്ങളിലുള്ള അനേക വിശ്വാസികളെ കണ്ടതിന് ശേഷം എനിക്ക് ഈ കാര്യം മനസ്സിലായി. അതിന് ഒരു കാരണമേ ഉള്ളൂ, അവർ നിഗളികളാണ്. നിഗളമാണ് ഒരു മനുഷ്യനെ സഭയിൽ നിന്നും ദൈവത്തിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോകുന്നത്.
നിഗളമാണ് ഒരു മനുഷ്യനെ ആത്മീയമായിട്ട് വളരുന്നതിന് തടയുന്നത്. നിഗളമാണ് ആത്യന്തികമായിട്ട് അവനെ നശിപ്പിക്കുന്നത്. നിഗളമാണ് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നിഗളം കൊണ്ടാണ് ആളുകൾ സഭയിൽ നിന്ന് പിന്മാറിപ്പോകുന്നത്. എത്രമാത്രം അവർ താഴ്മയുള്ളവരാണെന്ന് അഭിനയിച്ചാലും ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. അവൻ എപ്പോഴും നിഗളികൾക്കെതിരാണ്. എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ ധാരാളം കൃപ നൽകും. താഴ്മയുള്ളവനൊരു ശിശുവിനെ പോലാണ്. നിസ്സഹായതയോടെ ദൈവത്തെ ആശ്രയിക്കും. അവൻ പറയും, കർത്താവേ, എനിക്ക് എപ്പോഴും അവിടുത്തെ സഹായം വേണം. ഞാനിത് മനസ്സിലാക്കുന്നു. ആത്മീയമായിട്ട് നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ലോകപ്രകാരം എൻ്റെ ജോലിയിലും മറ്റു 101 കാര്യം എനിക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്നെ കൂടാതെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകരുത്. ഞാൻ പറയുന്നത് നിന്റെ ജോലിയിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നല്ല. ദൈവത്തെ അറിയാത്ത ഒത്തിരി ആളുകൾ, അവർ വളരെ ബുദ്ധിമാന്മാരും അവരനേക കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരാണ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളും അതുപോലെ ഈ വിമാനങ്ങളും അതുപോലെ മൊബൈലുകളും അവർ കർത്താവിനെ ആശ്രയിച്ചിട്ടുള്ളവരല്ല. അവർ ബുദ്ധിമാന്മാരാണ്. അവരുടെ തലച്ചോറ് ഉപയോഗിച്ച് അവർ ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. അവർ കോടീശ്വരന്മാരാകുന്നു, ആഡംബരത്തോടെ ജീവിക്കുന്നു. ലോകപ്രകാരമുള്ള കാര്യങ്ങളിൽ അത് ശരിയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പം, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ഒരു ശിശുവിനെ പോലെ നാം വരുന്നില്ലെങ്കിൽ പറയുക, കർത്താവേ, അങ്ങനെയുള്ള പൂർണ്ണ ആശ്രയത്തോടെ ഞാൻ ജീവിക്കുന്നില്ല. അങ്ങയെ പ്രസാദിപ്പിക്കുന്ന ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ സമതുലിതാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലോകപ്രകാരമുള്ള ജോലിയിലും മറ്റും നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇതാണ് ഇത് തമ്മിലുള്ള സമതുലിതാവസ്ഥ. പലപ്പോഴും ലോകപ്രകാരം നിങ്ങൾ വളരെ കഴിവുള്ള ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ലോകപ്രകാരം പല നേട്ടങ്ങളും നിങ്ങൾ കൊയ്തിട്ടുള്ളവനാണെങ്കിൽ, അത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക്. അതാണ് അപകടം. ലോകപ്രകാരം അത് ശരിയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പം തികച്ചും വ്യത്യസ്തമായ ഒരു മനോഭാവമായിരിക്കണം. നിസ്സഹായതയോടെ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കണം. ഞാൻ ഇത് പറഞ്ഞു തരാനായിട്ട് എൻ്റെ കഴിവിനനുസരിച്ച് ശ്രമിച്ചു. പലപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അവസാനം ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഈ സഹോദരന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണേ, ഈ വലിയ സത്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ. നന്ദി. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.